അഭിഭാഷകൻ മാധ്യമപ്രവർത്തകൻ എൻ ശ്രീകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. എൻ ശ്രീകുമാർ, തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി, അത് 36 വർഷം മുൻപാണ്, ഇനി വേണമെങ്കിൽ കേസെടുത്തോട്ടെ എന്ന് ജി സുധാകരൻ പറയുന്നിടത്ത് രണ്ട് വിഷയമുണ്ടോ? ഒന്ന്, ഇതൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല, അത് മറ്റാൾക്കാർക്ക് ഇത് നിഷേധിക്കേണ്ട വിഷയം ഒന്നും ഇതിനകത്തുണ്ടാവുന്നില്ല, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതോ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള സുധാകരന്റെ നീക്കമാണ്? ശ്രീ ജി സുധാകരൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് CPM-ന്റെ ഒരു വിമർശകനായി മാറിയിരിക്കുകയാണ്. ആ വിമർശകൻ എന്ന് ഞാൻ പറയുമ്പോൾ നേരിട്ടുള്ള വിമർശനമല്ല, പക്ഷെ പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ കൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം NGO യൂണിയന്റെ സമ്മേളനത്തിലാണ് ഈ തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ മറ്റ് ജനാധിപത്യ കക്ഷികളൊക്കെ CPM-നെതിരെ എല്ലാ കാലത്തും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമാണ് ഈ കള്ളവോട്ട് എന്നുള്ളത്. കള്ളവോട്ട് സംവിധാനത്തെക്കുറിച്ച് കോൺഗ്രസും അതുപോലെ UDF-ഉം അതിനു മുമ്പുള്ള ഐക്യമുന്നണിയൊക്കെ പറയുമ്പോൾ CPM അതിനെ നിഷേധിക്കുമായിരുന്നു. പക്ഷേ CPM-ന്റെ ഏറ്റവും പ്രമുഖനായ, സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലെന്നേ ഉള്ളൂ, ജി സുധാകരൻ തുറന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അതില് കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് ഇതിന്റെ തെളിവുകളോ അല്ലെങ്കിൽ ഇതിന്റെ നിയമപരമായ കാര്യങ്ങളോ ഒന്നും അല്ല വിഷയം. വിഷയം എന്താ വെച്ചാൽ CPM ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിന് അർഹതപ്പെട്ടതാണ് എന്ന് തെളിയുകയാണ്. കാരണം മുൻപൊക്കെ അവർ പറയുന്ന ജനാധിപത്യത്തെക്കുറിച്ചും വോട്ടിംഗ് സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് കേട്ടാൽ അവരാണ് ഏറ്റവും സുതാര്യമായും സത്യസന്ധമായും വോട്ട് രേഖപ്പെടുത്തുന്നതെന്നും അതുപോലെ തന്നെ ഈ ജനാധിപത്യ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് CPM-ന്റെ നേതാവ് പറയുമ്പോൾ അത് പറഞ്ഞ സമ്മേളനമാണ് പ്രസക്തം. NGO യൂണിയൻ ഈ തപാൽ വോട്ടുമായി ബന്ധപ്പെട്ട് NGO യൂണിയൻ നേതാക്കളുടെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ കൂടുതലും തപാൽ വോട്ട് ചെയ്യുന്നത്. പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കാരുമാണ്. അപ്പൊ അത് സുധാകരൻ പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിന് സുധാകരന്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ ചർച്ച ചെയ്തു, അതല്ല വിഷയം. ഇത് പാർട്ടി മറുപടി പറയണം. KV ദേവദാസ് എന്ന CPM നേതാവ് ആലപ്പുഴയിലെ പ്രമുഖനായ നേതാവാണ്, അധ്യാപക നേതാവായിരുന്നു. അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു നേതാവാണ് KV ദേവദാസ്. അപ്പൊ KV ദേവദാസ് ആലപ്പുഴയില് മത്സരിച്ച സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ജി സുധാകരൻ പറയുമ്പോൾ അത് അതിൽ ഒതുക്കണ്ട, ആലപ്പുഴ ഒതുക്കണ്ട. അവരുടെ ജില്ലയെന്ന് അവർ അവകാശപ്പെടുന്ന കണ്ണൂരും ആലപ്പുഴയും ഒക്കെ ആണല്ലോ CPM-ന്റെ അവർ പറയുന്ന വിപ്ലവത്തിന്റെ ജില്ല എന്നൊക്കെ പറയുന്നത്. ഈ രണ്ട് ജില്ലകളിലെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജി സുധാകരൻ പറഞ്ഞതുപോലെയുള്ള പ്രക്രിയകൾ നടന്നിട്ടുണ്ടോ എന്ന് പാർട്ടി വ്യക്തമാക്കണം. ഗോവിന്ദ മാഷാണ് പറയുന്നത് അതിന്റെ ഉത്തരം. അല്ല നമ്മൾ ചർച്ച ചെയ്യുകയല്ല വേണ്ടത്. ഗോവിന്ദ മാഷെ കണ്ട് ചോദിക്കണം മാധ്യമ പ്രവർത്തകര് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത്. കാരണം കണ്ണൂർ ജില്ലയിലെ വോട്ടിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ബൂത്തിലിരിക്കുന്ന ഏജന്റുമാരെ അടിച്ചുപിടിക്കുന്ന പ്രക്രിയയെക്കുറിച്ചൊക്കെ കോൺഗ്രസ് ആരോപിക്കാറുണ്ട്. അപ്പൊ ഇത് പാർട്ടിയുടെ ഒരു നയമായിരുന്നു. 36 വർഷം മുമ്പ് മാത്രമല്ല, 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന ശേഷം രൂപം കൊണ്ട CPM ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയൊക്കെ അവലംബിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ജനങ്ങളിലേക്ക് വരികയാണ്. ഇത് പറഞ്ഞത് നന്നായി സുധാകരൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകളിലും വോട്ട് യന്ത്രമാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളടക്കം മറ്റു ചില ബൂത്തുകളിലെ ഏജന്റുമാരുടെ ഇരിപ്പടക്കം ചില കാര്യങ്ങൾ ജാഗ്രത പുലർത്താൻ മറ്റു കക്ഷികൾക്ക് സാധിക്കുന്നുള്ളതാണ്. ജി സുധാകരൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിമർശകൻ എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹം പാർട്ടി ഇപ്പൊ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ ഒരു MLA നടത്തിയ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ MLA നടത്തിയ ഒരു MLA പെരുമാറ്റത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് ഏതോ ചാനലിൽ ഞാൻ കണ്ടു, ഞാൻ നേരിട്ട് കേട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, കരുവന്നൂർ വിഷയത്തിലെടുത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ CPM-ന്റെ തിരുത്താൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരു നേതാവ് പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമായിരിക്കും. അതാണ് അതിന്റെ പ്രസക്തി. അപ്പൊ ആലപ്പുഴയിലെ ഇന്നലെ സുധാകരൻ നടത്തിയ പ്രസംഗം അത് പാർട്ടിയുടെ നയമായിരുന്നു എന്ന് വരുന്നു.
ആ നയം ഇപ്പോഴും പാർട്ടി തുടരുന്നുണ്ടോ? അതാണ് പ്രസക്തമായ ചോദ്യം. ഇലക്ട്രോണിക് വോട്ടിംഗ് മന്ത്രം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ല, പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഇനിയിപ്പോ ഈ ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചാൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഗോവിന്ദ മാഷ് അടക്കമുള്ളവരുടെ മുന്നിലുള്ളത് ഒന്നുകിൽ ജി സുധാകരനെ തള്ളിപ്പറയുക, അതല്ലെങ്കിൽ ഇത് പരിപൂർണമായിട്ട് നിഷേധിക്കുക. ഏത് തരത്തിൽ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും? സ്വാഭാവികമായിട്ടും പ്രതികരണമില്ലാതെ ഇത് അവസാനിപ്പിക്കാനായിരിക്കും CPM ശ്രമിക്കുക, അല്ലേ? അല്ല, CPM ഇതുവരെ ജി സുധാകരൻ പറഞ്ഞ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. അവഗണിക്കുക എന്നുള്ള നയമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ അവരവഗണിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അവരവഗണിച്ചുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിലാണ് ഒരു നേതാവ് ഇങ്ങനെ പറയുന്നെങ്കിൽ അതിന്റെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കള് എന്താ പറയാ പങ്കുത്തിരിയായിട്ട് രംഗത്ത് വരും. നേരെ മറിച്ച് CPM വരില്ലാണ് അവരെ തള്ളിക്കളഞ്ഞു എന്നവർ പറയുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് അദ്ദേഹത്തെ തരം താഴ്ത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവർക്കൊരു പ്രസക്തമല്ല എന്ന് പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി സുധാകരനെ CPM അംഗീകരിച്ചില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ CPMന്റെ, ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി ആയില്ലെന്നേ ഉള്ളൂ, പാർട്ടി സെക്രട്ടറി ആയില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം ഒരു കാലത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ലേ? പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പാണ്. അത് ആലപ്പുഴയിൽ നിന്നാണ് ജി സുധാകരൻ വരുന്നതെന്നും ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ആ പാർട്ടിയിലത്തെ ജി സുധാകരൻ ഏത് ഘടകത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതോ പാർട്ടി പ്രതികരിക്കുന്നില്ല എന്നുള്ളതോ അല്ല വിഷയം. സുധാകരൻ പറഞ്ഞത് വസ്തുതയാണോ അല്ലയോ അത് പാർട്ടി പറയണം. അത് മാത്രമല്ല, ഞങ്ങൾ ആ തെറ്റ് ഞങ്ങൾക്ക് പണ്ട് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ തിരുത്തിയ കാര്യം സുധാകരൻ അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും പറയണോ പാർട്ടി? ഇതിപ്പോ എന്തായാലും ആ പാർട്ടി ജനങ്ങൾക്കിടയിൽ പാർട്ടി സംശയമേലായി. കാരണം ഒരു കാലത്ത് എല്ലാ കാലത്തും കോൺഗ്രസ് UDF, ഇപ്പൊ UDF, പഴയ കാലത്ത് അച്യുതമേനോന്റെ കാലത്ത് ഐക്യമുന്നണി, ഇവരൊക്കെ പറഞ്ഞിരുന്ന കാര്യം CPMന്റെ കള്ളവോട്ടുകളെ കുറിച്ചാണ്. അത് ശരിയാണ് എന്ന രീതിയല്ലേ വരുന്നത്. ആ കാലത്തെ പ്രമുഖനായ നേതാവാണ് ജി സുധാകരൻ. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കാം, അല്ലെ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കാം. അന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നിസ്സാരക്കാരനല്ല ജി സുധാകരൻ. സാധാരണ ഏതെങ്കിലും ഒരു നേതാവിനെ ഒതുക്കിയ പോലെ ഒതുങ്ങിയ ആളല്ലല്ലോ. അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കല്ലേ. അദ്ദേഹം ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ പ്രതികരിക്കാതിരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓരോ കാര്യത്തിലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ കിഫ്ബിയുടെ കാര്യം, കിഫ്ബിക്ക് കയ്യും കാലും ഉണ്ടോ എന്ന് ചോദിച്ച് പരിഹസിച്ചില്ലേ? ഇതുപോലെ പരിഹാസം വേറെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല കിഫ്ബിക്ക് കയ്യും കാലും ഉണ്ടോന്ന്. അങ്ങനെ പറഞ്ഞൊരു നേതാവ് പറഞ്ഞ കാര്യം സത്യസന്ധമാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്നു. അതിന്റെ നിയമവും തെളിവെടുപ്പും അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അതൊക്കെ തീർച്ചയായിട്ടും അത് CPM ഏത് തരത്തിലാണ് സ്ഥിരം ചെയ്യുന്നത് പോലെ ഒരു അവഗണിക്കൽ തന്നെ നടത്തുമോ എന്ന് കൂടിയാണ് കണ്ടറിയേണ്ടത്. വളരെ നന്ദി ശ്രീകുമാർ. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ P. സുജാതനും ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു.